ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ കർക്കിടക മാസത്തിലെ പൂയം നക്ഷത്രം ചൊവ്വാഴ്ചയോട് കൂടി ചേർന്ന് വന്നിരിക്കുന്ന ദിവസമാണ്. കർക്കിടകത്തിലെ പൂയം എന്ന് പറയുന്നത് സാധാരണ മാസങ്ങളിൽ വരുന്ന പൂയത്തിനേക്കാൾ വളരെ 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 പവർഫുള്ളായിട്ടുള്ള ഒരു ദിവസമാണ്. എന്തുകൊണ്ടെന്നാൽ കർക്കിടക മാസത്തിലാണ് പൂയം നക്ഷത്രം ഉച്ചമടയുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ മാസങ്ങളിൽ നമ്മൾ പൂയം നക്ഷത്രം വരുന്ന ദിവസത്തിൽ ചെയ്യുന്ന പൂജകൾ, വഴിപാടുകൾ, മന്ത്രജപങ്ങളേക്കാൾ 1000 ഇരട്ടി ഫലം നമുക്ക് കർക്കിടക മാസത്തിലെ പൂയം നക്ഷത്രം വരുന്ന ദിവസം ചെയ്യുമ്പോൾ ലഭിക്കുന്നതാണ്. സോ നാളത്തെ ദിവസം ആരും തന്നെ മിസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു 5 മിനിറ്റ് ആണെങ്കിലും പൂയം നക്ഷത്രം തുടങ്ങി പൂയം നക്ഷത്രം അവസാനിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഞാൻ ഈ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ഇന്ന് പ്രദോഷമാണ്, അതും തിരുവാതിര നക്ഷത്രത്തോടു കൂടി ചേർന്ന് വന്നിരിക്കുന്ന പ്രദോഷം. ഈ ദിവസം ഭഗവാൻ മഹാദേവന് മുൻപിൽ 27 തവണ ചൊല്ലേണ്ടുന്ന മന്ത്രത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ അതുപോയി കാണണം. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും വേണം. പൂയം നക്ഷത്രം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താമരപ്പൂവിനെയും സ്വർണത്തെയും മഞ്ഞളിനെയും കുറിക്കുന്ന ഒരു നക്ഷത്രമാണ്. പൂയം നക്ഷത്രത്തിൽ നമ്മൾ ചെയ്യുന്ന അതിൻ്റെ ഫുൾ ഫലം നമുക്ക് തന്നതിന് ശേഷം പണവരവ് ഇരട്ടിയാക്കി തരുന്ന ഒരു നക്ഷത്രമാണ്. കാരണം പൂയം നക്ഷത്രത്തിൻ്റെ കോലങ്ങളാണ് നമ്മൾ നമ്മുടെ പൂജാമുറിയിൽ ധനവരവിനായിട്ട് ഉപയോഗിക്കുന്നത്. 8 ഇതൾ താമരപ്പൂവ്, പൂർണ്ണ കുംഭം, അതേപോലെ തന്നെ ചെറിയ ആന, ഗജത്തിൻ്റെ മുഖം, ഇതൊക്കെ ഈ ഒരു പൂയം നക്ഷത്രത്തെ കുറിക്കുന്ന, പൂയം നക്ഷത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കോലങ്ങളാണ്. അതുമാത്രവുമല്ല, നമുക്കറിയാം നമ്മുടെ ജാതകത്തിൽ ഗുരുഭഗവാനാണ് നമുക്ക് എല്ലാ വിധത്തിലുമുള്ള സമ്പൽ സമൃദ്ധി തന്ന് അനുഗ്രഹിക്കുന്നത്. ആ ഗുരുഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ഒരു നക്ഷത്രത്തെ നമ്മൾ വിടാതെ പിടിച്ചു കഴിഞ്ഞാൽ എത്ര ദരിദ്ര നിലയിൽ ജീവിക്കുന്നവർക്കും ജീവിതത്തിനെ അതിൻ്റെ ഉന്നത നിലയിലോട്ട് കൊണ്ടുചെന്നെത്തിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മളൊക്കെ നമ്മുടെ വീട്ടിലോട്ട് ധനവരവുണ്ടാവാൻ വേണ്ടി ലക്ഷ്മി ദേവിയെ പൂജിക്കും. ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയാണ്. അപ്പം നമ്മുടെ വീട്ടിൽ ശുക്രകടാക്ഷത്തിന് പോയി ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി ഫലം ലഭിക്കും വീട്ടിലെ സ്ത്രീകളെ ബഹുമാനിക്കാനും അവരെ സന്തോഷിപ്പിച്ച് കൂടെ കൊണ്ട് നടന്നാലും. ഇത് ഞാൻ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. കാരണം കൂടുതലും വീട്ടുകളിൽ ഏണിംഗ് മെമ്പർ എന്ന് പറയുന്നത് പുരുഷന്മാരാണ്. അപ്പം നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് മികച്ച വരുമാനം ലഭിക്കാനും ഒരുപാട് വരുമാന സ്രോതസ്സുകൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ തുറന്നു കിട്ടണമെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളെ ബഹുമാനിക്കാനും ആദരിക്കാനും അവരെപ്പോഴും സന്തോഷവതികളാണ് എന്ന് ഉറപ്പ് വരുത്താനും ശ്രമിക്കണം. കാരണം ഒരു സ്ത്രീയുടെ ജാതകം എത്ര യോഗങ്ങൾ കൊണ്ട് നിറഞ്ഞതാണെങ്കിലും അവളുടെ മനസ്സെപ്പോഴും വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ അത് ആ വീട്ടിലെ സ്ത്രീകളെയും പുരുഷന്മാരെയും മുഴുവൻ ബാധിക്കും. ഉദാഹരണം, നമ്മുടെ വീട്ടിൽ അമ്മമാർക്ക് വയ്യാതെ കടന്നു പോയാൽ അത് ആ വീടിൻ്റെ താളം തെറ്റിക്കും. പക്ഷേ പുരുഷന്മാർക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് ആ വീടിൻ്റെ താളം തെറ്റിക്കില്ല എന്നുള്ളതല്ല പറയുന്നത്. പക്ഷേ അവിടെ സ്ത്രീക്കൊരു ധൈര്യമുണ്ടെങ്കിൽ തീർച്ചയായും ആ കുടുംബം ഉയർന്നു വരിക തന്നെ ചെയ്യും. അപ്പം ഈ ഒരു ശുക്രദോഷമെന്ന് കൂടുതലായും പറയുന്നത് സ്ത്രീകളുടെ മനസ്സിനെ ബന്ധിപ്പിച്ചിട്ടാണ്. ഇപ്പോൾ സ്ത്രീകൾ ജനിക്കുന്നത് ഒരു ഗജകേസരി യോഗത്തിൽ പോലെ ആണെങ്കിൽ പോലും ആ സ്ത്രീയുടെ മനസ്സെപ്പോഴും വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ അവിടെ ശുക്രദോഷമുണ്ടാകും. ആ ദോഷം ആ സ്ത്രീയെ മാത്രമല്ല ആ വീട്ടിലുള്ള സർവ്വ ആൾക്കാരെയും ഒരുപോലെ ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ത്രീകളെ എപ്പോഴും സന്തോഷമായിട്ട് വെക്കാൻ ശ്രമിക്കണം. ഇനി ശുക്രനെ ആക്റ്റീവ് ചെയ്യാനുള്ള മറ്റു കാരണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ കോലങ്ങൾ. കാരണം ശുക്ര ഭഗവാനെ ആക്റ്റീവ് ചെയ്യാൻ മഹാലക്ഷ്മി ദേവിയിൽ നമ്മൾ കാണുന്ന കോലങ്ങൾ പൂയം നക്ഷത്രത്തെ ബേസ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ധനവരവ് കൂടും. ഗുരുവും ശുക്രനും അവിടെ ചേർന്ന് നമുക്ക് സർവ്വവിധ സൗഭാഗ്യങ്ങളും തരും. ഇതൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഇരട്ടമീൻ കോലം വരയ്ക്കുന്നതും താമരപ്പൂവിൻ്റെ കോലം വരയ്ക്കുന്നതും പൂർണ്ണ കുംഭം, ഗജമുഖം. അപ്പം
ഇത് നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ പൂജാമുറിയിൽ ഉപയോഗിക്കണം. ഞാൻ ഇതിനു മുമ്പും കറക്റ്റായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന 8 കോലങ്ങൾ, അതായത് പൂജാമുറിയിൽ ധനവരവിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന 8 വസ്തുക്കൾ എന്തൊക്കെയാണെന്നുള്ളത് ക്ലിയറായിട്ട് നിങ്ങളെ കാണിച്ചുകൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പം പൂയം നക്ഷത്രം ഞാൻ പറഞ്ഞല്ലോ, ഗുരുഭഗവാൻ ഉച്ചമടയുന്ന നക്ഷത്രമാണ്. ഗുരുഭഗവാൻ നല്ലതാണെങ്കിൽ മാത്രമേ നമുക്ക് ഐശ്വര്യം ഉണ്ടാകത്തുള്ളൂ. പൂയം നക്ഷത്രത്തിൻ്റെ അധിപതി എന്ന് പറയുന്നത് ആരാണ്? ശനിയാണ്. ആ ശനിയുടെ നക്ഷത്രത്തിലാണ് ഗുരുഭഗവാൻ ഉച്ചമടയുന്നത്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ശനി ഗുരു ചേർച്ചയാണ്. ഈ കോംബോ, അതായത് ഈ ശനി ഗുരു ചേർച്ച ജാതകത്തിലുള്ളവർ പുണ്യശാലികളാണ്. അവർക്ക് ഇതിൻ്റെ ഫുൾ ബെനിഫിറ്റും ലഭിക്കും. അതായത് ഒരു ജീവിതത്തിൽ ശനി ഗുരു ചേർച്ചയുള്ളവർക്ക് പിന്നെ ലൈഫിൽ ഒന്നിനും തിരിഞ്ഞു നോക്കണം. നമ്മൾ ചിലരെ പറയത്തില്ല, സ്വർണ്ണക്കരണ്ടിയായിട്ട് വായിൽ ജനിച്ചവരാണ്, അല്ലെങ്കിൽ വായിൽ വെള്ളിക്കരണ്ടിയായിട്ട് ജനിച്ചവരാണെന്ന് പറയുന്നവർ ഈ യോഗം അവരുടെ ജാതകത്തിലുള്ളവരായിരിക്കും. അപ്പം ഈ യോഗം നമുക്കില്ലെങ്കിലും ഈ യോഗത്തെ നമുക്ക് നമ്മളിലോട്ട് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൂയം നക്ഷത്രം നമ്മളെ സഹായിക്കും. അതിൽ തന്നെ കർക്കിടക മാസത്തിൽ വരുന്ന പൂയം നക്ഷത്രത്തിന് അതിൻ്റെ ഫുൾ ബെനിഫിറ്റ് നമുക്ക് തരാൻ വേണ്ടിയിട്ട് പറ്റും. ഗുരുചന്ദ്ര യോഗം എന്ന് പറയുന്ന ഗജകേസരി യോഗം നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്. ചന്ദ്രനെ ഗുരു നോക്കുന്നതാണ് ഗജകേസരി യോഗം എന്ന് പറയുന്നത്. ചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോകാരകനാണെന്ന് നമുക്കറിയാം. അപ്പം മനോകാരകനായ ചന്ദ്രനെ ഗുരുഭഗവാൻ നോക്കിയാൽ എന്താണ് സംഭവിക്കുന്നത്? ഈ യോഗമുള്ളവർ ആഗ്രഹിക്കുന്നതെല്ലാം അവർക്ക് ലഭിക്കും. അതായത് എന്തൊരു കാര്യമാണോ അവർ ആഗ്രഹിക്കുന്നത് അത് അവരിലോട്ട് അവർ പോലും അറിയാതെ, അതായത് അവർക്കതിനു വേണ്ടി കഷ്ടപ്പെടേണ്ടി വരില്ല, അത് അവരിലോട്ട് അട്രാക്റ്റ് ചെയ്യപ്പെട്ട് വന്നുകൊണ്ടേയിരിക്കും. ഗജകേസരി യോഗമുള്ളവരുടെ ഒരു പ്രത്യേകതയാണത്. ഇപ്പോൾ ചിലർ പറയും എൻ്റെ ജാതകത്തിൽ ഗജകേസരി യോഗമുണ്ട്, അതിനുള്ള ഫലം ലഭിക്കുന്നില്ല. അങ്ങനെയൊക്കെ ഒരുപാട് കമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന രീതിയിൽ ദോഷമറ്റ ഗുരുവും ചന്ദ്രനുമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളിലോട്ട് എത്തിപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ ഈ ഒരു പൂയം നക്ഷത്രമായ നാളത്തെ ദിവസം എന്ത് ചെയ്താലും അതിന് 1000 ഇരട്ടി ഫലം ലഭിക്കും. അതിന് കാരണം ഞാൻ പറഞ്ഞല്ലോ, ഗുരുവിൻ്റെ നോട്ടം ഈ ഒരു പൂയം നക്ഷത്രത്തിൽ വളരെ കൂടുതലാണ്. നമുക്ക് രക്ഷപ്പെടാൻ മാസത്തിൽ ഈ പൂയം നക്ഷത്രത്തെ നിങ്ങൾ മുറുകെ പിടിച്ചോളൂ. കാരണം ഇപ്പോൾ എല്ലാ ദിവസവും വിളക്ക് കത്തിക്കാൻ സാധിക്കാത്തവരാണെങ്കിലും അത്തം, പൂയം, രേവതി, വെള്ളിയാഴ്ച ഇതുപോലെയുള്ള ദിവസങ്ങൾ വരുമ്പം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ആ ദിവസത്തെ നക്ഷത്രമറിഞ്ഞ് പ്രയോജനപ്പെടുത്തിയാൽ നമ്മൾ രക്ഷപ്പെട്ടിരിക്കും. അത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പം നമുക്ക് ഈ പൂയം നക്ഷത്രത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, പൂയം നക്ഷത്ര ദിവസം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഓൾറെഡി പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം, ആ ഭാഗം അവിടെ ഒരു മേശയുണ്ടെങ്കിലും ഇനി അവിടെ വെറും നിലമാണെങ്കിലും അവിടെ ഒന്ന് തുടച്ച് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ 8 ഇതൾ താമരപ്പൂവിൻ്റെ ഒരു കോലം, ഞാൻ പറഞ്ഞല്ലോ ഇത് വരയ്ക്കാൻ അറിയാത്തവർക്ക് ആമസോണിൽ അതിൻ്റെ സ്റ്റെൻസിൽ ലഭ്യമാണ്. ഏകദേശം എനിക്ക് ഒരു 250ക്കും 300നും ഇടയിലാണ് അതിൻ്റെ റേഞ്ച് വരുന്നത്. അതൊരെണ്ണം വാങ്ങിക്കുക. അത് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് 8 ഇതൾ താമരപ്പൂവും ആ കോലമായിട്ട് വരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് പറ്റാത്തവർക്കാണ് ഞാൻ ഈ പറഞ്ഞത്. അതിന് ശേഷം അതിന് പുറത്തായിട്ട് ഇതുപോലൊരു മൺവിളക്ക് വെക്കുക. ലക്ഷ്മി ദേവിയെയും അതുപോലെ തന്നെ വിഷ്ണു ഭഗവാനെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മളതിൽ മഞ്ഞളും കുങ്കുമപ്പൂവും ഇടുന്നത്. കുങ്കുമപ്പൂവ് ഇല്ലാത്തവർക്ക് കുങ്കുമം ഇടാം. അത് വടക്കോട്ട് ഫേസ് ചെയ്ത് നമ്മൾ കൊളുത്തി വെക്കുക. അതിന് മുൻപിലിരുന്ന് ഓം ശ്രീം ലക്ഷ്മി നാരായണായ നമഃ എന്നുള്ള മന്ത്രം 108 പ്രാവശ്യം ചൊല്ലുക. കാരണം നമ്മുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗമാണ്, അവിടെയാണ് ലക്ഷ്മി നാരായണ യോഗം നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്നത്. സോ ആ ഒരു ഭാഗത്ത് ഈ ഒരു ദീപം കൊളുത്തി പ്രാർത്ഥിച്ചാൽ ഫുള്ളായിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ നാളത്തെ ദിവസം ലക്ഷ്മി ദേവിയെയും വിഷ്ണു ഭഗവാനെയും, നമ്മുടെ വീട്ടിലിപ്പോൾ വെങ്കടേശ്വര ലക്ഷ്മി ഫോട്ടോ ഒന്നിച്ചുള്ളതാണെങ്കിലും സെപ്പറേറ്റ് ആണെങ്കിലും രണ്ടുപേരെയും ഒരു 8 ഇതൾ താമരപ്പൂവ്, അതായത് മഞ്ഞൾപ്പൊടിയും പച്ചരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് 8 ഇതൾ താമരപ്പൂ വരച്ച് അതിന് പുറത്തായിട്ട് ഇരുത്തിയിട്ട് രണ്ടുപേരുടെയും അഷ്ടോത്തരം, ഒന്നെങ്കിൽ ലക്ഷ്മി ദേവിയുടെ അഷ്ടോത്തരം ചൊല്ലി ലക്ഷ്മി ദേവിയെ മുല്ലപ്പൂക്കൾ കൊണ്ടും ഭഗവാൻ നാരായണൻ്റെ അഷ്ടോത്തരം തുളസി ഇലകൾ കൊണ്ട് ചൊല്ലി അർച്ചന ചെയ്യുക. അതിനുശേഷം ധൂപദീപ ആരതി എടുത്ത് മഞ്ഞ കളറിലെ, അതിപ്പം മഞ്ഞ കളറിലെ ലഡുവാകാം, പഴമാകാം,
അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ പരിപ്പ് പായസം വെച്ച് സമർപ്പിക്കാം. ഇങ്ങനെയുള്ള എന്ത് കാര്യവും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ, പരിപ്പെന്ന് ഞാൻ ഉദ്ദേശിച്ചത് കടലയാണേ, കടലപ്പരിപ്പ് പായസം ഉണ്ടല്ലോ, അത് വെച്ച് സമർപ്പിക്കാം. അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ ഇനി അഷ്ടോത്തരം ചൊല്ലാൻ പറ്റാത്തവർക്ക് ലക്ഷ്മി ദേവിയുടെ ശ്രീം എന്നുള്ള മന്ത്രം അത് ചൊല്ലാം. അതേപോലെ ഭഗവാന്റെ ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം ചൊല്ലി നമുക്ക് അർച്ചന ചെയ്യാവുന്നതാണ്. അത് 27 പ്രാവശ്യം. അഷ്ടോത്തരമാണെങ്കിൽ 108 ചൊല്ലാം. അങ്ങനെയല്ല, ശ്രീം അല്ലെങ്കിൽ ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രമാണെങ്കിൽ നമുക്ക് 27 വെച്ച് ചൊല്ലി അർച്ചന ചെയ്താൽ മതിയാവും. അതേപോലെ ശ്രീവസ്തലക്ഷ്മി പൂജ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്, ഇത് നിങ്ങൾക്ക് ചെയ്യണം. അത് വളരെ വളരെ നല്ല ഫലം തരും. അതേപോലെയാണ് കുബേരപൂജ. പൂയം നക്ഷത്രത്തിലും ഉത്രട്ടാതി നക്ഷത്രത്തിലും നമ്മൾ കുബേരപൂജ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ബെനിഫിറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതും നിങ്ങൾക്ക് നാളെ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ കുലദൈവ പൂജ. കുലദൈവ പൂജ ഇപ്പോൾ കർക്കിടക മാസം തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ പച്ചരി വെച്ചിട്ടുള്ള കുലദൈവ പൂജ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അത് ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്യാത്തവരാണെങ്കിലും ഒരു ചെറിയ കുടത്തിൽ ജലമെടുത്ത് അതിൻ്റെ പുറത്തായിട്ട് നമ്മൾ അരഗജയും മഞ്ഞളും കുങ്കുമവും ഭസ്മവും ഒക്കെ തൊട്ട് കുലദൈവത്തിന് ആണെന്ന് സങ്കല്പിച്ച് ആ കുടത്തിൽ ജലം വെച്ചിട്ട് ഓം കുലദൈവമേ നമ, അല്ലെങ്കിൽ കുലദൈവത്തിൻ്റെ പേരറിയാമെങ്കിൽ ആ പേര് പറഞ്ഞ് കുലദൈവ പൂജ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അതേപോലെ ഗോമാതാ പൂജ, ഇത് എല്ലാ പൂയം നക്ഷത്രത്തിലും വേണ്ട. പക്ഷേ കർക്കിടക മാസത്തിൽ വരുന്ന പൂയം നക്ഷത്രത്തിൽ നമ്മളിത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഗോമാതാ പൂജ വീടിനടുത്ത്, അമ്പലത്തിലോ വീടിനടുത്തോ പശു ഉണ്ടെങ്കിൽ പശുവിന് ആവശ്യമായ ഭക്ഷണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതും പശുവിനെ തൊടുന്നതും ഒക്കെ വളരെ വളരെ നല്ലതായിരിക്കും. അതൊന്നും പറ്റാത്തവർ വീട്ടിൽ ഗോമാതാവിൻ്റെ ശിലയുണ്ടെങ്കിൽ അതിന് പഴം സമർപ്പിച്ച് അഭിഷേകം ചെയ്ത് ഓം സുരഭ്യേ നമഃ എന്ന് 27 തവണ ചൊല്ലി അർച്ചന ചെയ്യുന്നതും വളരെ നല്ല ഫലങ്ങൾ നമുക്ക് തരുന്നതാണ്. ഇനി ധനവരവിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 2 രീതിയിൽ നമുക്ക് ചെയ്യാം. അതായത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വെങ്കടേശ്വര ലക്ഷ്മി പൂജ, ലക്ഷ്മി ദേവിയെയും നാരായണനെയും ഒന്നിച്ച്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ, അതിന് മുൻപിൽ നമ്മളൊരു നെയ്ദീപമൊക്കെ കൊളുത്തി വെക്കുക. കൊളുത്തി വെച്ചതിന് ശേഷം ഒരു ചെറിയ റെഡ് കളറിലെ ക്ലോത്ത്, പട്ടുതുണിയാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ മയിൽപ്പീലി കളറുണ്ടല്ലോ, നമ്മുടെ ആ മയിൽപ്പീലിയുടെ നടുക്ക് ആ കണ്ണ് വരുന്ന ഭാഗത്തൊരു കളറുണ്ടല്ലോ, പ്രത്യേകതരം ബ്ലൂ കളറാണ് ഷൈനിങ്ങോടുകൂടിയ. ആ കളറിലെ ക്ലോത്ത് പട്ടുതുണിയായിട്ട് കിട്ടുമെങ്കിൽ, പട്ടുതുണി തന്നെ വേണമെന്നില്ല, പട്ടുതുണിക്ക് അട്രാക്റ്റിംഗ് പവർ കൂടുതലുണ്ട്, പട്ടുതുണിക്ക് ദോഷമില്ലാത്തതുകൊണ്ടാണ് പട്ടുതുണി എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോട്ടനോ അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ പോളിസ്റ്ററോ എടുക്കാവുന്നതാണ്. അതിലോട്ട് വെട്രിവേര് എന്ന് പറഞ്ഞാൽ രാമച്ചം ഒരു 3-4 എണ്ണം, ഏലയ്ക്ക ഒരു 2 ഏലയ്ക്ക, കുറച്ച് ഉലുവ, 1 സ്പൂൺ ഉലുവ. ഇത് നമ്മൾ പുതിയതായിട്ട് ഇതൊക്കെ വാങ്ങിച്ചു വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ടിതൊരു കിഴി പോലെ കെട്ടിയിട്ട് മഹാലക്ഷ്മി ദേവിക്ക് മുൻപിൽ വെച്ചിട്ട് അമ്മയുടെ അഷ്ടോത്തരം ഓം പ്രകൃതിയേ നമഃ ഓം വികൃതിയേ നമഃ എന്നുള്ള അഷ്ടോത്തരമുണ്ടല്ലോ, അത് 108 പ്രാവശ്യം ചൊല്ലി പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്തിട്ട് ആ ഒരു കിഴി നമ്മളെടുത്ത് നമ്മുടെ ക്യാഷ് ബോക്സിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിലുള്ള ധനവരവ് നമുക്കുണ്ടാകും. നമ്മൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ധനം ആവശ്യമില്ലാത്ത രീതിയിൽ ചിലവായി പോവാതെ അവിടെ തന്നെ ഇരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പം ഈ ഒരു കാര്യം നാളത്തെ ദിവസം നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ടതാണ്. പിന്നെ പൂയം നക്ഷത്ര ദിവസം നമ്മളെപ്പോഴും പറയുന്നത് പോലെ സ്വർണം മേടിക്കാൻ വളരെ വളരെ ഉത്തമമായിട്ടുള്ള ദിവസമാണ്. നാളത്തെ ദിവസം നമ്മുടെ വീടിനടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കണ്ടതിന് ശേഷം നമ്മൾ സ്വർണം മേടിക്കാൻ പോയാൽ നമ്മുടെ വീട്ടിലോട്ട് വീണ്ടും വീണ്ടും സ്വർണം വന്നുകൊണ്ടേ. എപ്പോഴും പറയുന്നതാണ്, നമ്മളെപ്പോൾ സ്വർണം മേടിക്കാൻ പോയാലും ആദ്യം വെള്ളി മേടിക്കണം. 1 ഗ്രാമിൻ്റെ എങ്കിലും ഒരു കുഞ്ഞു വെള്ളിക്കോയിൻ മേടിച്ചതിന് ശേഷം സ്വർണം മേടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സ്വർണം നമ്മളിൽ നിന്നും വിട്ടുപോവില്ല. പ്രത്യേകിച്ച് പണയം വെക്കാൻ പോലും ആ സ്വർണം പോകില്ല. ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പണയം വെച്ചാൽ തന്നെ ആ സ്വർണം നമ്മളിലോട്ട് തിരിച്ച് വരും. വെള്ളി ആ സ്വർണത്തെ തിരിച്ച് നമ്മളിൽ എത്തിക്കും. അതായത് ആ സ്വർണത്തിൻ്റെ കൂടെ വാങ്ങിയ വെള്ളി നമ്മളിലോട്ട് ആ പണയം വെച്ച സ്വർണത്തെ തിരിച്ചെത്തിക്കുമെന്നുള്ളതാണ് പറയുന്നത്. കാരണം സ്വർണം എന്ന് പറയുന്നത് എന്താണ്? ഗുരു, ദേവഗുരുവാണ്. വെള്ളി എന്ന് പറയുന്നത് ശുക്രൻ, അസുരഗുരു. അപ്പോൾ അസുരഗുരുവും ദേവഗുരുവും തമ്മിൽ എപ്പോഴും ഒരു ഫൈറ്റുണ്ട്. സോ ആരാണ് എപ്പോഴും മികച്ച് നിൽക്കുന്നതെന്ന് തെളിയിക്കാൻ അവരെപ്പോഴും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുമെന്നുള്ളതാണ് പറയുന്നത്.
അതുകൊണ്ട് തന്നെ നമ്മളെപ്പോൾ സ്വർണം മേടിക്കാൻ പോയാലും ഒരു വെള്ളി വാങ്ങാൻ ശ്രമിക്കണം. അതേപോലെ നമ്മൾ വാങ്ങുന്ന സ്വർണം ഒരു ചെറിയ വെള്ളി പാത്രത്തിലോ അല്ലെങ്കിൽ വെള്ളിയുടെ ഡപ്പ കിട്ടുമല്ലോ നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്, അതിലോ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആ സ്വർണം ഒരിക്കലും നമ്മളിൽ നിന്നും എങ്ങോട്ടും മാറിപ്പോവില്ല എന്നുള്ളതാണ് വിശ്വാസം. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, സ്വർണം മേടിക്കാൻ പറ്റാത്തവർ നമുക്ക് മഞ്ഞൾപ്പൊടി ഈ ഒരു പൂയം നക്ഷത്ര ദിവസം മേടിക്കാം. പൂയം നക്ഷത്ര ദിവസം മേടിക്കുന്ന മഞ്ഞൾപ്പൊടി നമ്മൾ അന്ന് മുതൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ, കറികളിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ, ആ വീട്ടിലെ ഭാര്യയും ഭർത്താവും തമ്മിൽ എത്ര വലിയ അടിയും വഴക്കും പ്രശ്നങ്ങളാണെങ്കിലും അതൊക്കെ മാറിയിട്ട് ഭാര്യാഭർത്തൃബന്ധം ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം ഇപ്പം നിങ്ങളുടെ ഭർത്താവുമായിട്ട് നിങ്ങൾ എത്ര സ്നേഹത്തിലാണെങ്കിലും ആ സ്നേഹം കുറച്ചും കൂടാൻ നമുക്ക് മഞ്ഞൾപ്പൊടി മേടിക്കാവുന്നതാണ്. നാളെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നാളെ മുതൽ തന്നെ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങണം. അതേപോലെ പാരമ്പര്യ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന വ്യക്തികളാണ് ഇപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലും, ഇപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെയുള്ള അസുഖം, പാരമ്പര്യമായിട്ട് നമുക്ക് കൈമാറി വന്ന അസുഖങ്ങൾ, അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു ഡോക്ടറെ പോയി കാണാനും, അല്ലെങ്കിൽ ഇത്ര നാളും കണ്ട ഡോക്ടറിൽ നിന്ന് നമുക്കൊരു ഗുണവുമില്ലെങ്കിൽ ഒരു പുതിയ ഡോക്ടറെ പോയി കാണാനും, അതേപോലെ തന്നെ പുതിയ മെഡിസിൻസ് എടുത്ത് തുടങ്ങാനും പറ്റുന്ന ഏറ്റവും നല്ല ദിവസമാണ് ഈ ഒരു പൂയം നക്ഷത്രം എന്ന് പറയുന്നത്. കാരണം എത്ര വലിയ രോഗമാണെങ്കിലും ആ രോഗം മാറാതെ വന്നാൽ പൂയം നക്ഷത്ര ദിവസം നമ്മൾ മെഡിസിൻ എടുത്ത് തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് രോഗം മാറും. അതായത് ഇപ്പം നിങ്ങൾക്കൊരു പനിയും ജലദോഷവുമാണ്, നിങ്ങൾ ഇന്ന് വരെ ഹോസ്പിറ്റലിൽ പോയില്ല, പനിയൊട്ട് കുറയുന്നുമില്ലെന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം പോയി നിങ്ങൾക്ക് മെഡിസിൻ എടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് അസുഖം മാറും. പാരമ്പര്യ രോഗമുള്ളവർ പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. പിന്നെ നാളത്തെ ദിവസം നമുക്ക് ഉപ്പ്, വാസനദ്രവ്യങ്ങൾ എന്ന് പറയുന്നത് ഏലയ്ക്ക, ഗ്രാമ്പൂ, പച്ചക്കർപ്പൂരം, പട്ട, ഇതുപോലെയുള്ള വസ്തുക്കൾ, തുളസിയില, മാവില, കൂവളത്തില. തുളസിയില, മാവില, കൂവളത്തിലൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതാണ് നമുക്ക് ശുക്രഭഗവാന്റെ കടാക്ഷമുള്ള ഇലകളാണ്. ഇതൊക്കെ നമുക്ക് ലക്ഷ്മി ദേവിക്ക് അർച്ചന ചെയ്യാനെടുക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ നാളത്തെ ദിവസം വീട്ടിലോട്ട് വാങ്ങിച്ചു കൊണ്ടുവരുന്നത്, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൽ മാവില തോരണം ചാർത്തുന്നതൊക്കെ പൂയം നക്ഷത്രത്തിൻ്റെ ആ ഒരു ബെനിഫിറ്റ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടാൻ നമ്മളെ അനുഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതൊക്കെ നിങ്ങളെക്കൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾക്ക് നാളത്തെ ദിവസം ചെയ്യാം. ഇപ്പോൾ വരമഹാലക്ഷ്മി വ്രതം വരികയാണ്. അപ്പോൾ ലക്ഷ്മി ദേവിക്ക് വേണ്ടിയിട്ട്, പൂജയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നാളെ അതൊക്കെ പോയി പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ പൂയം നക്ഷത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മുടെ മുരുക ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നാളെ ചൊവ്വാഴ്ച കൂടിയിട്ടാണ്. അപ്പം ചൊവ്വാഴ്ചയും പൂയം നക്ഷത്രവും ഒന്നിച്ചു വന്നിരിക്കുന്ന നാളത്തെ ദിവസം നമ്മൾ വീട്ടിൽ ഷഡ്കോണം വരച്ച് 6 ദീപങ്ങൾ കൊളുത്തി ആ ദീപത്തിന് മുൻപിലിരുന്ന് ഒന്നെങ്കിൽ ഓം ശരവണഭവ 108 പ്രാവശ്യം, അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഷഷ്ടി കവചം ജപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമൊക്കെ നമുക്ക് സാധ്യമാകും. കാരണം പൂയം നക്ഷത്ര ദിവസം കോലം വരച്ച് നമ്മളൊരു മന്ത്രം ചൊല്ലിയാൽ 1000 പ്രാവശ്യം മന്ത്രം ചൊല്ലിയ ഫലവും 48 ദിവസം തുടർച്ചയായി നമ്മളത് ചെയ്ത ഫലവും കിട്ടുമെന്നാണ് പറയുന്നത്. കാരണം ആ ദിവസം നമ്മൾ യന്ത്രം വരച്ച് ചെയ്യുന്ന പൂജയ്ക്ക് വളരെ പവറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യവും നാളെ ചെയ്യാം. പ്രത്യേകിച്ച് ചൊവ്വാഴ്ചയോട് കൂടിയിട്ടാണ് നമ്മൾക്ക് ഈ പൂയം നക്ഷത്രം നാളെ വന്നിരിക്കുന്നത്. അതിൽ തന്നെ പൂയം നക്ഷത്രത്തിൻ്റെ ആരംഭം ഞാൻ പറയാൻ മറന്നുപോയി. പൂയം നക്ഷത്രം ആരംഭിക്കുന്നത് നാളെ രാവിലെ 10:10 അവസാനിക്കുന്നത് ബുധനാഴ്ച രാവിലെ 7:51. സോ ഈ ഒരു സമയം നിങ്ങൾ നാളെ ഇവിടെ ഹോരാ സമയമൊന്നും നോക്കണ്ട. പൂയം നക്ഷത്രം തുടങ്ങി അവസാനിക്കുന്നതിന് മുൻപ് ഏതൊരു സമയത്തും നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ അത്തം നക്ഷത്ര വെങ്കടേശ്വര പൂജ ചെയ്യുന്നവരൊക്കെ ബുധനാഴ്ച രാവിലെ 7:51 മുമ്പ് ചെയ്താൽ വളരെ ഉത്തമമാണ്. കാരണം പൂയം നക്ഷത്രത്തോടു കൂടി ആ ഒരു ബുധഹോരയിൽ നിങ്ങൾ ചെയ്യുമ്പം അതിന് വളരെ നല്ല ഫലം കിട്ടും. ഇന്ന് വരെ ചെയ്യാതെ ആദ്യമായിട്ട് ചെയ്യാനിരിക്കുന്നവരാണെങ്കിൽ മറക്കാതെ ബുധനാഴ്ച ദിവസം രാവിലെ അത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യൂ, തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.